പറയും അച്ചായനാണ് ആവശ്യപ്പെട്ടത്, ചിലപ്പോൾ അച്ചായനായിരിക്കും പുള്ളിയുടെ. എനിക്കറിയില്ല അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവര് ആവശ്യപ്പെടുന്നോ ഇല്ലോ, അതെല്ലാം അവരെ പേഴ്സണൽ കാര്യമല്ലേ. പ്ലാറ്റ്ഫോം രണ്ടായാലും യൂസ് ചെയ്ത അല്ല പോട്ടെ അന്ന് ജിൻഡോന്റെ ഫ്രണ്ടാണ് അച്ഛൻ. ഇന്ന് അനീഷ് ചേട്ടന്റെ ഈ അനീഷ് എന്ന് പറയുന്ന ആളുടെ ആരാണ് എന്റെ ഫ്രണ്ട്? അനീഷുമായിട്ട് എന്തൊക്കെ ഒരു കണക്ഷൻ ഞാനുമായിട്ട് ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പൊ അനീഷുമായിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ, അനീഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പോ പൈസയോ ഏതെങ്കിലും ഒരു ബന്ധത്തിലോ ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? മൂന്ന് കാരണങ്ങളാൽ ഇത് നിങ്ങൾ ഈ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇരിക്കും വെറുതെ. അത് പറയണായിരുന്നു, അങ്ങനെ പറയണായിരുന്നു അല്ലാണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. ഒന്നുകിൽ ആദ്യം അങ്ങനെ പറഞ്ഞു, ശരിയാ, ആദ്യം പറഞ്ഞു ഒന്നുകിൽ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ജിൻഡോന്റെ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് പൊട്ടിയത്. പറഞ്ഞല്ലോ, അത് PR ചെയ്ത ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അത് ഞാൻ നിന്നോടും പറഞ്ഞു, ഇന്ന ആളാണ് എന്നോട് പറഞ്ഞത്. നീ അയാളെ വിളിച്ച് സംസാരിച്ചു, അയാൾ നിന്നോടൊരു മറുപടി പറഞ്ഞു കാണും. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു, എന്നോട് എന്തിനാണ് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പൈസ ആയിരുന്നില്ല, കുറച്ച് നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അഖിലെ. ഇപ്പൊ അങ്ങനെ ആയോ? കുറച്ച് നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന്? കുറച്ച് നേരത്തെ പൈസ വാങ്ങി എന്നുള്ളതിനല്ലോ. അല്ല അഖിലെ, ഒരു അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖിലെ കേക്ക് 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖില എന്താ പറഞ്ഞ അറിയോ? വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങി. വിനു പറഞ്ഞൊന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ അഖില് ഇപ്പൊ പറയുന്നു പൈസ ആയിരുന്നില്ല വാർട്ടർ. ഇപ്പൊ അങ്ങനെ ആയോ? നിങ്ങൾക്കല്ലേ തലക്ക് വെളിവ്? നിങ്ങൾക്ക് തലക്ക് നല്ല വെളിവ് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ അറിയാം.